നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ചാലക്കുടി അൽവി സെൻറ്ററിൻ്റെ അവിടുന്ന് കനകമല വരുന്ന റോഡ് ടാറിങ് ചെയ്യുന്നത് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് റോട്ടിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കാവുന്ന രീതിയിൽ ടാറിങ് ചെയ്യണം. അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്, വാർഡ് മെമ്പറും പഞ്ചായത്തിൻ്റെ ആൾക്കാരും ഒക്കെ. ഇതിപ്പോൾ നമ്മൾ നാട്ടുകാർ ഇവിടെ എന്ന് പറഞ്ഞാൽ മാർഗതടസ്സം സൃഷ്ടിച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ അത് ഇത് വേണ്ടപ്പെട്ട മെമ്പറും അല്ലെങ്കിൽ അധികാരികൾ ഇതിലിടപെട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ താല്പര്യപ്പെടുകയാണ്. ഓക്കെ എന്നാ. റോഡ് പണിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കാര്യമില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഈ വെള്ളക്കെട്ട് എൻ്റെ ജനനം തുടങ്ങിയിട്ട് കുറേ നാളായി. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം കാരണം ഇവിടെ ഈ കടക്കാർക്കോ വീട്ടുകാർക്കോ ഒരു രക്ഷയില്ല. ഇവിടെ ഒരു ചായക്കടയുണ്ട്, തൊട്ടടുത്തൊരു വീടുണ്ട്. അവർ മതിലൊക്കെ നോക്കിയാൽ ഈ ചെളി തെറിച്ച് വഴി യാത്രക്കാർക്കും പൊതുജനത്തിന് ഭയങ്കര ശല്യമാണ്. ഇവിടെ എമർജൻസി ഒരു കാട ഈ വഴിക്ക് പോയാൽ നല്ലതാണ്. ഓക്കെ, താങ്ക് യു. അപ്പം നിങ്ങളുടെ പേരെന്താ? അപ്പോൾ ഇവിടെ വീട് ഇവിടെ തന്നെയാ? വീട് ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ടിലാണ് ഈ വെള്ളക്കെട്ട് വന്നേക്കണത്. അത് വർഷക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ വലിയ ശരിക്കേടാണ് കാണുന്നത്. അത്രയും ഒരു സംഭവങ്ങളാണ്. പിന്നെ പല രീതിയിൽ ഈ വെള്ളക്കെട്ടിൽ വീടിന് അപകടം സംഭവിച്ചിട്ടുണ്ട്. വരാൻ ഞങ്ങൾ റോഡ് പണിക്കാരോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പഞ്ചായത്തിലും ഈ വിവരം അറിയിക്കുന്നു. വിവരം അറിയിച്ചിട്ടുണ്ട? അല്ല, അപ്പോൾ ഇത് വാർഡ് മെമ്പറുടെ അടുത്ത് പറഞ്ഞിരുന്നാ? വാർഡ് മെമ്പറുടെ അടുത്ത് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും നിങ്ങൾ വേണ്ടത് നമ്മുടെ ബന്ധപ്പെട്ട അധികാരി എന്നുള്ള നിലയ്ക്ക് തൽക്കാലം നമ്മുടെ വാർഡ് മെമ്പറാണ് ഇതിൻ്റെ മുൻപന്തിൽ നിൽക്കേണ്ടത്. അപ്പോൾ വാർഡ് മെമ്പറുടെ അടുത്തൊന്ന് പറയാം. എന്നിട്ടും അതിന് ഒരു പ്രതിവിധിയോ കാര്യങ്ങളോ വന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത പരാതിയായിട്ട് മുന്നോട്ട് പോകാം നമുക്ക്. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, റോഡ് പണിയുന്ന സമയത്ത് ഇവിടെ പണിയെത്തുമ്പോൾ നമ്മളെന്ന് അറിയിക്കുക. താങ്കളുടെ അതിൽ അല്ല മിറ്റാണ് അല്ലേ? അതല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പം ഈ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് റോഡ് അമർത്തി താഴ്ത്തി കുറച്ച് താന്നനുണ്ട് അവരുടെ വലിയ മെഷീനൊക്കെ വന്നപ്പോൾ. അതുകൊണ്ടുണ്ടായ വെള്ളം കെട്ടണോ അത്? ഞാനിവിടെ 28 വർഷമായി ഞാനിവിടെ താമസം തുടങ്ങിയിട്ട്. ഞാൻ അന്ന് മുതൽ കണ്ടു തുടങ്ങുന്ന പ്രതിഭാസം തന്നെയാണിത്. പല റോഡ് പണികൾ വന്നാലും ഈ പ്രതിസന്ധി ഇവിടെ തീരുന്നില്ല. ഇതിപ്പോ കാര്യം ഇപ്പോൾ ഈ ടെക്നോളജി വന്നത് കൊണ്ട് ഭൂമിയിലേക്ക് ഇവിടെ വെള്ളം ഇരിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി. അത് പുലിവാലാണത്, വെള്ളം ഇരിക്കാണ്ട് വന്ന ഈ റോഡ് പണിയോട് കൂടി പരിഹരിച്ച് പോകാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെ. അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ അവിടെ സൈഡ് കാന വയ്ക്കണം അല്ലേ? ഈ ചെറിയ മഴ വന്നപ്പോഴേക്ക് ഇത്ര വെള്ളം കെട്ട് വന്നപ്പോൾ വലിയ മഴ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? വഞ്ചി വേണ്ടി വരും. ആ രീതിയിലാണ് പലരും ഇവിടെ വന്ന് വീഴുന്നുണ്ട്. രാത്രി വന്നാൽ അറിയാത്തവരും വന്ന് വീണിട്ട് ഞാൻ പിടിച്ചേൽപ്പിച്ച് അവരെ വിട്ടിട്ടുണ്ട്. പല പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. രാത്രിക്കാണെങ്കിൽ ഇവിടെ വീണ് കിടന്ന ആരും അറിയില്ല. ഒരു 9, 9:30, 10 മണി വരെ ഞാൻ വീണവരെ ഞാൻ എടുത്ത് ഞാൻ ബന്ധപ്പെട്ടവരെ വിവരമൊക്കെ അറിയിച്ചിട്ട് എത്തിക്കാം. എന്തായാലും ഈ ചെറിയ കാര്യം ഒരു പക്ഷേ ഒരു മരണം സംഭവിക്കുന്ന സിറ്റുവേഷനൊക്കെ വരണമെങ്കിൽ ഇനിയിപ്പോൾ ഈ പുതിയ റോഡും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ അവിടെ കൂടുള്ളൂ അപകടം. അങ്ങനെ അപകടം കൂടുമ്പോൾ നമ്മളപ്പോൾ ദുഃഖിച്ച് ഒരു തീരുമാനം എടുക്കാനും ഒരു പരാതി കൊടുക്കാനും നിന്നിട്ട് കാര്യമില്ല. അപ്പം നിങ്ങളെല്ലാവരും കൂടി എന്തായാലും കൊടകര പഞ്ചായത്തിൽ എത്രയും പെട്ടെന്ന് ഒരു അപേക്ഷ കൊടുക്കുക, ഒരു പരാതി കൊടുക്കുക. ഈ റോഡ് പണിയുമ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം കൃത്യമായിട്ട് പിന്നെ പണിത് പോയി കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യലും നടക്കില്ല. അപ്പം നിങ്ങൾ വാർഡ് മെമ്പറെയൊക്കെ അറിയിച്ചില്ലേ? നിങ്ങൾ വാർഡ് മെമ്പറെ അറിയിക്കണം. അല്ലെങ്കിൽ വാർഡ് മെമ്പർ ഈ പരിസരത്ത് വന്ന് അത് വീക്ഷിച്ച് അവർ പറയുമ്പോൾ കുറച്ചും കൂടി ഇതിനൊരു ഞാൻ വാർഡ് മെമ്പറാണ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ പ്രശ്നം ബന്ധപ്പെട്ട അധികാരികൾ കണ്ട് നികത്തി ഇത് ശരിയാക്കി കൊടുക്കുന്നുള്ളൊരൊറ്റ പ്രതീക്ഷയിൽ ഞാൻ നിർത്താണ്. ഓക്കെ സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം.